നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത്. ഇപ്പൊ അയാൾ പെട്ടിരിക്കുകയല്ലേ. അയാളുടെ വാദഗതി ഏറ്റുപിടിച്ചുകൊണ്ട് 4 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു വങ്കത്തരമാണ്. സത്യത്തിൽ അതിൽ 4 കിലോഗ്രാം എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ചേർത്താണ് ഈ 38, 42 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല. സത്യസന്ധമായ അന്വേഷണം വേണം. അത് 99 മുതൽ വേണം. ഇവർക്ക് ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ ഭരിച്ചിട്ടില്ല എന്ന് തോന്നും. ആലോചിച്ച് നോക്കൂ. ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ പേടിച്ച് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമുണ്ട്. ഇവിടെ ഇറങ്ങി ഓടിയ, ശബരിമലയിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെയൊന്നും ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും എന്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. ദേവസ്വം ബോർഡിന്റെ ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ഏതന്വേഷണത്തെയും ഹൈക്കോടതിയിൽ ഏതന്വേഷണം ആവശ്യപ്പെടുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല.